പിന്നെ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക. അപ്പോൾ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. എരിശ്ശേരി ഉടച്ചേറിയെന്നും പറയും, എരിശ്ശേരി എന്നും പറയും. നിങ്ങളെ ഭാഷയിൽ എന്താണ് പറയണതെന്ന് പറയണം. ഞാനിതിപ്പോൾ ഉടച്ചേറി വെക്കുവാണേ. എരിശ്ശേരി എന്നും പറയും, ഉടച്ചേറി എന്നും പറയും കേട്ടോ. ദേ കണ്ട ചക്ക. വേണ്ട ചക്കക്കുരു കൂടെ ഇട്ട് നമുക്കിത് അടുപ്പ് വയ്ക്കാം. ചക്കക്കുരു കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള തൊലി കളയണ്ട കേട്ടോ. എന്നാന്നറിയാമോ, നല്ല ഗുണമാണ്. അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തൊലി എടുക്കാത്ത. അല്ലെങ്കിൽ ഈ പാട എടുത്ത് കളയും. ഇതിന് ഗുണമുള്ളതുകൊണ്ടൊന്നും കേട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ഇടണം. അല്ലെങ്കിൽ ഞങ്ങളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നത്. ഉപ്പും കൂടി ഇടാം. വേവട്ടെ. ഓക്കെ. അപ്പോഴേ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ചക്കയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം. കണ്ടോ, കാന്താരി മുളകാണേ. കുരുമുളക് പൊടി, ജീരകം, കുരുമുളകും വെളുത്തുള്ളിയും ഇച്ചിരി കൂടുതൽ ഇടണം. എന്നാന്ന് ചക്കയല്ലേ, വായു ഇളവാതിരിക്കാൻ. വെളുത്തുള്ളി ഇത്ര ഇടുവാണേ. ചേർക്കണം. കരിയേപ്പില ചേർക്കുവാണേ. ഇനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് തരാം. നല്ലോണം അരയണ്ട, കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ തുറവറായിക്കണ രീതിയിൽ കേട്ടോ. കണ്ടോ, ചക്ക വെന്തിട്ടുണ്ട്. ഒന്ന് ഇതാക്കാം, ഉടച്ചെടുക്കാം. ഒരുവിധം ഉടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാവേ. അരപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുവാണേ. എനിക്ക് ഒരു കൊച്ചു ഒരു ചെടിയുണ്ട്. അതിലെല്ലാം എനിക്ക് 5-6 കാന്താരി മുളക് കിട്ടുന്നുണ്ട്. കാന്താരി മുളക് നല്ല ഗുണമല്ലേ, ബിപിക്കൊക്കെ നല്ല. ഇച്ചിരി വെള്ളം ഒഴിച്ചേ. ചക്ക എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇത്രയും ലൂസായിട്ടിരിക്കണം. കണ്ടോ. ഇനി അത് കടു താളിക്കാമേ. തിളപ്പിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇടുവാണേ. ഉള്ളി ഇട്ടു. കരിവേപ്പില ആയിട്ടുണ്ട്. ചക്കക്കറിക്കോട്ട് ഒഴിക്കാമേ. അപ്പം നമ്മളെ ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കണം. നിങ്ങൾക്കറിയായിരിക്കും. ശരി, നിങ്ങളിതേപോലെ ഇച്ചിരി ചക്ക എനിക്ക് നമ്മളെ അയൽവക്കത്തുള്ളൊരു ചേച്ചി കൊണ്ട് തന്നത്. അപ്പോൾ അതെന്നെ കറിയാക്കാമെന്ന് ഓർത്താ, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്തു. നിങ്ങളിതേപോലെ ചെയ്യും. ഓക്കെ. അടുത്ത വീഡിയോയിൽ നമ്മളെ കാണാം. അടുത്ത വീഡിയോയ്ക്ക് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതാണ് എനിക്ക് ഏറ്റവും വിജയം. എൻ്റെ ചാച്ചനാണെങ്കിൽ സുഖമില്ലാത്ത ആളാണ്. അപ്പം എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ചാച്ചനെ ഇവിടെ നിർത്തിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ എന്തെങ്കിലും സഹായം കിട്ടുമെങ്കിൽ അതിൽ കൂടെ എനിക്ക് ചാച്ചനെ കൂടെ നോക്കാൻ പറ്റണേ എന്ന് ഓർത്തുകൊണ്ടാണ് ഇത് ചെയ്യണത്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ബെൽ ബട്ടൺ അമ്പത്തേക്ക് ചെയ്യണം. ഓക്കെ. നിങ്ങളെല്ലാവരും കാണുന്ന വീഡിയോ തട്ടിക്കളയിൽ ഈ പാവപ്പെട്ട സിന്ധുവിൻ്റെ വീഡിയോ ഒന്ന് കാണണേ. ഓക്കെ.